Vegetable cutlets, chicken noodles, fried rice. Thanks, sir. Enough. കൈകൊണ്ടു ഇത് വെച്ച് കഴിക്കാൻ അറിയില്ല. ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഭരത്, ഭരത്, അങ്ങനെ ഒരിക്കൽ നിന്റെ അച്ഛനും അമ്മയും നിന്നെയും കൊണ്ട് പൊന്മുടിക്കൊരു പോക്കുപോയി. നിന്നെ നോക്കാൻ കാർത്തും ഉണ്ടായിരുന്നു കൂടെ. അവിടുന്ന് തിരിച്ചു വന്നത് നിന്റെ അമ്മയുടെ ശവവുമായിട്ടാണ്. എങ്ങനെയാ അമ്മാവ എന്റെ അമ്മ മരിച്ചത്? പറയൂ കേശവമ്മാവ. കാല് തെറ്റി ഗർത്തത്തിലേക്ക് വീണുപോയെന്നാണ് പറഞ്ഞത്. എങ്ങനെ കാല് തെറ്റി? പറയില്ലല്ലേ? എനിക്കറിയാവുന്നവരെ ഞാൻ പറഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് ആർക്കറിയാം? അവരോട് ചോദിക്കും. പറഞ്ഞു തുടങ്ങിയത് പറഞ്ഞു തീർക്കണമല്ലോ. അതിനുശേഷം നിന്റെ അച്ഛൻ നാവ് മുറിച്ചു കളഞ്ഞ പോലെയായി. ആട്ടവുമില്ല, മിണ്ടാട്ടവുമില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്കൊന്ന് പൊന്മുടി കാണണമെന്ന്. മറുപടിയും കിട്ടിയല്ലോ. കിട്ടി. പൊന്മുടി എന്ന പേര് പോലും കേൾക്കുന്നത് ദിവാകരന് ഇഷ്ടമല്ല. എന്തായാലും എനിക്കവിടെ പോണം. അമ്മ വീണ് മരിച്ചെടുത്ത്. നിങ്ങളൊക്കെ എന്തോ മറച്ചു പിടിക്കുന്നുണ്ട്. ഞാൻ എന്റെ അമ്മയെ പറ്റിയല്ലേ ചോദിക്കുന്നത്. എന്തായാലും എന്നോട് പറഞ്ഞാലെന്താ? അതിനെന്തെങ്കിലും പറയാനുണ്ടായിട്ട് വേണ്ടേ? കാർത്തി ചേച്ചിയും പറയില്ലല്ലേ? കണ്ടതും കേട്ടതും ഒക്കെ ഞാനും പറഞ്ഞു. ഇനി എന്താന്നാ? ഈ ചേട്ടൻ ഒരുത്തനാ കുഞ്ഞിന്റെ മനസ്സ് അലങ്കോലപ്പെടുത്തിയത്. എടി കാർത്തു, സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. ഞാനും അത് തന്നെയാ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ കുഞ്ഞിങ്ങനൊക്കെ ചോദിക്കാൻ പറയാൻ ചെയ്യണോ? എടി കാല് തെറ്റിയ കാര്യം പറഞ്ഞപ്പോ എന്റെ വാക്ക് തെറ്റിയതല്ല കുഴപ്പം. പൊന്മുടിയിലേക്ക് പോണോന്ന് പറഞ്ഞപ്പോ എല്ലാവരും എതിർക്കുന്നു. അതാ കാര്യം. മനസ്സിലായോ? എന്നാ പിന്നെ കുഞ്ഞിന്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ എന്താ ഇപ്പൊ ഒരു വഴി? ഞാനങ്ങ് പറഞ്ഞു തരാം. ആയാ കോയാന്നും പറഞ്ഞ് നീയും പോയതല്ലേ പൊന്മുടിക്ക്. എല്ലാം അങ്ങ് വെട്ടിത്തുറന്ന് പറഞ്ഞു കൊടുക്ക്. ആ നാശം പിടിച്ചവൻ അവിടെ വെച്ച് കണ്ടതും അത് കാരണം പിന്നെ അല്ലാതെ എന്തോന്ന് ചെയ്യൂടി? ഇത് കുഞ്ഞു ഒരു വാശിക്കാരിയാ. എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്റെ ഈശ്വര. വിധു എവിടെ? അവക്ക് ഊണൊന്നും വേണ്ടേ? അവള് മുറിയടച്ച് അകത്തിരിപ്പ. എന്ത് പറഞ്ഞിട്ടും തുറക്കുന്നില്ല. അവക്ക് വിശക്കുന്നില്ല. അങ്ങനെ കൊണ്ട് വിശക്കായിരുന്നു ദിവാകരനുണ്ടോ? ഞാനിപ്പോ വിളിച്ചോണ്ട് വരാം. നമ്മൾ വാല് വെല്ലിപ്പിടിക്കാൻ വന്നതല്ല. ഒരാൾ മതി, ഇങ്ങോട്ട് മാറിയേക്ക്.
മോളെ വിധു, വാതിൽ തുറക്ക്. ഇത് കേശവന്മാനാ. വിധു മോളെ, നീ എന്താ ഉറങ്ങണോ? എന്താടി? അല്ല, അവൾ ഉറങ്ങുകയാണെങ്കിലേ ചേട്ടന്റെ ചോദ്യം അവള് കേൾക്കുവോ? വിധു മോളെ, നിന്റെ കേശവന്മാനായി പറയണത്. നിനക്ക് വിശക്കണില്ലെങ്കിൽ കേശവന്മാനും വിശക്കണില്ല. ദേ, ഈ വാതിലിന്റെ മുമ്പിൽ നിരാഹാര സത്യാഗ്രഹം രക്ഷിക്കാൻ പോവാ. വിധുമോള് വന്നില്ലെങ്കിൽ മരണം വരെ കേശവന്മാൻ ഇവിടെ ഇരിക്കും. എനിക്കറിയില്ലേ കേശവന്മാൻ വിളിച്ചാ മോള് വരാതിരിക്കില്ലെന്ന്. ദിവാരൻ പോയി. ഒന്നും കഴിച്ചില്ലേ? കഴിച്ചെന്ന് പറഞ്ഞാൽ കഴിച്ചു. കുഞ്ഞിന് വിളമ്പി കൊടുക്കും. കാർത്തു, ഇവിടെ വരുമ്പോഴാ ഈ വീട്ടിനൊരു അനക്കം വയ്ക്കാറ്. ഈ കണക്കിനാണെങ്കിൽ വല്ലപ്പോഴും സംസാരിക്കുന്ന നമ്മളും മിണ്ടാപ്രാണികളായി പോകും. മോളെ, നീ ഇതൊന്നും അത്ര കാര്യമാക്കണ്ട. പൊന്മുടി ഒന്ന് പോയിട്ട് എന്ത് നേടാനാ? നിന്റെ അമ്മയുടെ ആത്മാവ് ഇവിടെ നിന്നോടൊപ്പം ഉണ്ടാവും. നേരെ കുഞ്ഞെ, നിന്റെ അമ്മയ്ക്ക് നിന്നെ അത്രയ്ക്ക് സ്നേഹമായിരുന്നു. നിന്നെ നോക്കാനായി എന്നെ ഇവിടെ നിർത്തിയത്. സത്യം പറഞ്ഞ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നില്ല. എന്താ കാരണം? എപ്പോഴെങ്കിലും നിന്റെ അമ്മ നിന്നെ എന്റെ കയ്യിലോട്ടൊന്ന് തന്നിട്ട് വേണ്ടേ? മോൾ എന്നത്തെയും പോലെ ഇവിടെ പാട്ടും കളിയുമായി ചിരിച്ചു കഴിയണം. മുഖം ഉയർത്തിയിരിക്കും മോളെ. ഇങ്ങോട്ട് നോക്കിയേ. എന്താ? ദിവാകരന്റെ മകളും ഞാനും വേറെ 10-12 പേരും കഴിഞ്ഞുകൂടുന്ന വീടായിരുന്നു. എന്താ മനസ്സിലായില്ലേ? ഞാനത് ചോദിക്കട്ടെ, ഇത് വീടോ അല്ല ശവപ്പറമ്പോ? കേശവന്മാൻ, ദിവാകരൻ ഇവിടെ ജീവിക്കുന്നു, അതുപോലും അറിയുന്നില്ല. ബാക്കിയുള്ളവരുടെ കാര്യം വിടൂ. തെറ്റും കുറ്റവും എന്താണെന്ന് അറിയാത്ത ഒരു മകളുണ്ടല്ലോ. അവൾ എനിക്ക് ജീവനാണ്. സംസാരിക്കുന്ന കാര്യത്തിൽ ലുബ്ധനാണല്ലോ ദിവാകരൻ. അതുകൊണ്ട് ഞാൻ സഹായിക്കാം. ഈ കാണായ സ്വത്തുക്കളെല്ലാം അവൾക്കുള്ളതാണ്. അവൾക്ക് വേണ്ടിയാണ് ദിവാകരൻ ജീവിക്കുന്നത് തന്നെ. അവളെ മനസ്സും ജീവനും അർപ്പിച്ച് സ്നേഹിക്കുന്നു. സമയമാവുമ്പോ കൊള്ളാവുന്ന ഒരുത്തനെ അവളെ വിവാഹം കഴിച്ചു കൊടുക്കും. എന്നിട്ട് അവൾ കുഞ്ഞുകുട്ടികളോടുകൂടി സസുഖം ജീവിക്കുന്നത് കണ്ടുകൊണ്ട്... അതെ കേശവന്മാൻ, അതെ. വെറും സ്വപ്നമാണ് ദിവാര, നടപ്പില്ല. അമ്മ വീട് വിട്ടിറങ്ങിയപ്പോ, അച്ഛൻ മരിച്ചപ്പോ അന്ന് മിണ്ടാപ്പൂച്ച ആയതാ. ആ കാര്യത്തിൽ ദിവാകരനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ എല്ലാം അറിയാവുന്ന ദിവാകരൻ മകളെ ആ ഗതികേടിൽ എത്തിച്ചിരിക്കുന്നു. നാവ് പോലെ അല്ല തലയെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഹലോ. അതെ. പേരെന്താ പറഞ്ഞത്? ദിവാകരൻ മുതലാളിയോ? ശരി. അച്ഛാ, അച്ഛാ, എന്താടാ? തിരുവനന്തപുരത്തുനിന്ന് ഒരു പാർട്ടി വരുന്നുണ്ട്. ഒരു അച്ഛനും മകളും. റൂം വേണമെന്ന്. ആരാ? പേര് വല്ലതും പറഞ്ഞോ? ഏതോ ഒരു ദിവാകരൻ മുതലാളിയും മകളും. എന്താണ് അച്ഛാ? ആ മനുഷ്യൻ തന്നെ ആയിരിക്കും. എന്തിനാണിപ്പോ ഇങ്ങോട്ട് കെട്ടി വലിക്കുണ്ടാവും? എന്താണ് അച്ഛാ അങ്ങേർക്ക് കുഴപ്പം? ഒന്നുമില്ല.
കാത്തു വരണമെന്നില്ല. പാവം എടുത്തൊരുങ്ങി വന്നിരിക്കാ പൊന്മുടി കാണാൻ പോവാൻ. എന്താണ് ചേട്ടാ ഇതിന്റെയൊക്കെ അർത്ഥം? എന്നെ കൂടെ കൊണ്ടുപോയി കൂടായിരുന്നോ? അവരെങ്ങോടാ പോന്നേ? പൊന്മുടിക്ക്. എന്തിനാ പോന്നേ? ഇത് കുഞ്ഞിന് പൊന്മുടി കാണണമെന്ന് പറഞ്ഞ്. എന്തുകൊണ്ടാ അവൾക്ക് ഇങ്ങനെ ആഗ്രഹം തോന്നിയത്? അവളുടെ അമ്മ അവിടെ വെച്ചാ. ആ അത് തന്നെ കാരണം. ഇപ്പൊ മനസ്സിലായോ? ഞാൻ ആ ദിവാരനോട് പറഞ്ഞു നിന്നെ കൂടെ കെട്ടിയെടുക്കണ്ടെന്ന്. അക്കാര്യം ഓർക്കുമ്പോ ഇന്നും എന്റെ കരള് പിടയ്ക്കുക. ആ അവിടെ എത്തുമ്പോ ആ കുഞ്ഞു ചോദിക്കും, നിന്റെ നാവ് പെട്ടയ്ക്കും, നീ പറഞ്ഞു പോവും. മനസ്സിലായോ? നമസ്കാരം സാർ. നമസ്കാരം. വരൂ സാർ. എടാ പെട്ടിങ് എടുത്തേ. വർഷങ്ങൾക്ക് മുൻപ് സാർ ഇതേ മുറിയിൽ വന്നാ താമസിച്ചത്. അടുത്ത മുറി ഒഴിവാണ്. വേണമെങ്കിൽ അതും ആവാം. ആരുമില്ല. മിഥുവിന് ഒറ്റയ്ക്കൊരു മുറിയിൽ കഴിയാൻ പേടിയാകുമോ? ഇല്ലച്ചാ, എനിക്ക് ആ മുറി മതി. ഇവൾക്ക് ആ മുറി കൊടുത്തേക്കും. വരൂ കുഞ്ഞി. ഈ പെട്ടി അവളുടെ മുറിയിൽ കൊടുത്തേക്കോ. വല്ലതും കഴിക്കാൻ? എനിക്കൊന്നും വേണ്ട. അവളോട് ചോദിച്ചോ? ചോദിച്ചു. ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ആ. ഇത് എന്റെ മകനാണ് രാജു. ഓ, അന്ന് വരുമ്പോ ഇവൻ കൊച്ചായിരുന്നു. ഇപ്പൊ എന്നെ സഹായിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ. വാച്ചറുടെ അനിയൻ? അവൻ മരിച്ചു പിറ്റേന്ന് തന്നെ. ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഞങ്ങൾ പോയിക്കോട്ടെ. രാവിലെ ചായയുമായി. ശരി. ഭാസ്കര. സാർ, നീ പോയിക്കോ, ഞാൻ വന്നേക്കാം. മിഥുവിന്റെ അമ്മ ഈ സ്ഥലത്ത് വെച്ചാണ് മരിച്ചത്. അതെ. എങ്ങനെ? എന്നോട് ചോദിക്കുന്നത്? അതെ, എനിക്കും നിങ്ങൾക്കും മാത്രം അറിയാം. ആ രഹസ്യം ഒരിക്കലും എന്റെ മകൾ അറിയാൻ ഇടവരരുത്. അവൾ ചോദിച്ചാൽ പോലും പറഞ്ഞു പോകരുത്. ശരി സാർ. പൊയ്ക്കുള്ളൂ.